ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്, റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കിപ്പോൾ കറക്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. എന്തെങ്കിലുമൊക്കെ തിരക്കായി പോവും, പിന്നെ അങ്ങ് മറന്നു പോവും. കറക്റ്റ് ചെയ്തു വന്നതായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മുന്നോട്ട് കറക്റ്റ് ചെയ്യാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയാം, പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളിൽ ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് വിജയം കിട്ടിയ, എനിക്ക് എന്താ പറയുക, ഗുണം കിട്ടിയ ഓരോ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് വെക്കാം, മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി നല്ല നീയത്തോടു കൂടി ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് അതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയാം, മക്കൾ പഠിക്കാൻ മടി കാണിക്കുക, പഠിക്കുന്നത് എന്താ ഓർമ്മയില്ലാതായി പോവുക, മറന്നു പോവുക, പെട്ടെന്ന് പരീക്ഷ ആൾ കയറുമ്പോഴൊക്കെ അല്ലാണ്ട് ക്ലാസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ മറന്നു പോവുക, പേടിച്ചിട്ട് മറന്നു പോകുക എന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതേപോലെ ഒന്നാമത്തെ കാര്യം, ഈ ഒരു കാര്യം ചെയ്താലല്ലേ മക്കൾക്ക് പഠിക്കാൻ മടി ഉണ്ടാവില്ല. പഠിച്ചതും ഈ ഒരു കുഞ്ഞു സൂറത്താണ്, ഈ സൂറത്ത് ഓതിയിട്ട് മക്കളെ പഠിക്കാൻ ഇരുത്തി നോക്കി. അതേപോലെ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ അത്രയും മക്കൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നുമല്ലോ ഓദിക്കാൻ. എന്നാലും അവരെ കൊണ്ടില്ലേ, സുബൈക്ക് ശേഷം മഗ്‌രിബിന് ശേഷം അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഓദിക്കാൻ ശ്രമിക്കുക കേട്ടോ. മക്കളെ കൊണ്ട് തന്നെ ഓദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ മോനെ കൊണ്ട് എനിക്ക് അനുഭവം കൊണ്ട് പറയാണ് കേട്ടോ. ഈ ഒരു സൂറത്ത് ഓതിയിട്ട് അതേപോലെ സൂറത്തിന് ശേഷം ഒരു ദുആ ഉണ്ട്. ഞാൻ കുറേ മുമ്പ് നൗഷാദ് വാക്കഫി ഉസ്താദിൻ്റെ ക്ലാസ്സിൽ നിന്ന് കേട്ടതാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിച്ച ശേഷം ഭയങ്കര എത്ര പഠിച്ചാലും മറന്നു പോകുമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്കപ്പോൾ. ഈ ഒരു സൂറത്ത് ഓതിയിട്ട് അതേപോലെ ഒരു ദുആ ഉണ്ട്. ആ ദുആ ഞാൻ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ പറയാം, ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ആ ഒരു ദുആ ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല കേട്ടോ. അതൊരു സൂറത്താണ്. ഈ സൂറത്ത് മക്കളെ കൊണ്ട് കഴിയുന്നതും എല്ലാ നിസ്കാരങ്ങളും ശേഷമില്ലേ ഓതി ശീലിപ്പിക്കുക 7 തവണ. പിന്നെ സൂറത്തിൽ ഇൻഷിറാഹാണ്, അലം നശ്റഹ് ലക സദ്റക. ഈ ഒരു സൂറത്ത് ഓതിയിട്ട് മക്കളെ കൊണ്ട്, പിന്നെ ചെറിയ മക്കളൊക്കെ ആ ഒരു 3 തവണയെങ്കിലും ഓതാൻ പറയാം. നമ്മുടെ നീയത്താണ് പ്രധാനം. അപ്പം ഈ ഒരു സൂറത്ത് എല്ലാ നിസ്കാരത്തിന് ശേഷം 7 തവണ മക്കളെ കൊണ്ട് ഓതി ശീലിപ്പിക്കുക. അതിന് ശേഷമില്ലേ, പഠിക്കുന്ന സമയത്ത് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഒരു തവണയെങ്കിലും ഈ സൂറത്ത് ഓതിയിട്ട് ഒരു ദുആ ഉണ്ട്. ഞാനിതിൽ പറയുന്നുള്ള എഴുതി കാണിക്കുന്നില്ല. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അലീമുൽ ഹക്കീം. ആ ഒരു ദുആ ഓതിയുണ്ടല്ലോ, മക്കൾ 10 തവണ വായിക്കേണ്ടത് ഒരു 1-2 തവണ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. എനിക്ക് എൻ്റെ മോനെ കൊണ്ട് അനുഭവമുണ്ട്, ഞാൻ പറയാം കേട്ടോ. അപ്പം ആ ഒരു വീഡിയോ വേണം ഞാൻ ചെയ്യാമെന്നും കൂടെ. ഞാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് ഞാൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഈ ഒരു സൂറത്തില്ലേ, അലം നശ്റഹ് ലക സദ്റക, ഈ ഒരു സൂറത്ത് മക്കളെ കൊണ്ട് നമ്മൾ എല്ലാ നിസ്കാരം ആദ്യം മക്കളെ കൊണ്ട് ശീലിപ്പിക്കുക കേട്ടോ. അവർക്ക് അറിയും പോലെ അവൾ ചെയ്തോട്ടെ. ചിലപ്പോൾ തെറ്റുണ്ടാവും, തെറ്റൊക്കെ തിരുത്തുന്നൊരു പ്രായം അവർക്ക് വരും. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അവർ നിസ്കാരത്തെ പറ്റി ശീലമാകുമ്പോൾ നിസ്കാരത്തെ പറ്റി ഇന്ന സമയത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ ഉമ്മ നിസ്കരിക്കുന്നുണ്ട്, ഉപ്പ നിസ്കരിക്കുന്നുണ്ട്, ഇത്താത്തമാർ നിസ്കരിക്കുന്നുണ്ട്, ഒക്കെ ഓരോ ചിന്ത അവർക്ക് ഞാൻ നിസ്കരിക്കട്ടെ എന്നുള്ള ബോധം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചെറിയ മക്കളെല്ലാം അവർക്കറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം നിസ്കരിക്കാൻ പഠിപ്പിക്കുക. അവർക്ക് അറിയുന്നത് പോലെ അവർ ചെയ്യട്ടെ. വലുതാകുമ്പോൾ അവരെന്നെ തിരുത്തും. അത് നിസ്കാരത്തെ തെറ്റുണ്ടെങ്കിൽ അവരെന്നെ തിരുത്തും ഇൻഷാ അല്ലാഹ്. ഈ ഒരു സൂറത്ത് ഒതുക്കുക. ഇത് നിങ്ങളെ മക്കളെ കൊണ്ട് പഠിക്കാൻ പറഞ്ഞു നോക്ക്. നമ്മളും എന്താ ചെയ്യുക, മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സൂറത്ത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഇല്ലെങ്കിലും സുബൈക്ക് ശേഷം മഗ്‌രിബിന് ശേഷം, പിന്നെ ഞാൻ എങ്ങനെ ഓതാററിയോ, 7 സ്വലാത്ത് ആദ്യം ഓതും, പിന്നെ ഈ സൂറത്ത് 7 തവണ ഓതും, വീണ്ടും 7 സ്വലാത്ത് ഓതിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യും. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ ഓതേണ്ടത്. എല്ലാ കാര്യങ്ങൾക്കും സ്വലാത്തിന് ശേഷം അലം നശ്റഹ് ഓതി വീണ്ടും സ്വലാത്ത് പൂർത്തീകരിച്ചാൽ ഭയങ്കര ഫലമാണ് കേട്ടോ. നമ്മളെല്ലാ ഹലാലായ മുറാദും ഹാസിലാവും. അതേപോലെ പഠനത്തിലും മക്കൾക്ക് മികവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഓർമ്മശക്തിക്ക് വേണ്ടിയിട്ടും മറവില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അലസത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സൂറത്ത് ഓതിയിട്ട് മക്കളെ കൊണ്ട് ഓതി ശീലിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് മക്കളിൽ കാണാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, പഠിച്ചത് മറക്കൂല. പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് എന്താ പറയുക, പഠിച്ച് തീരും. അവരെന്നെ പറയും, അമ്മച്ചി ഞാൻ ഇത്ര പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ, ഞാൻ അത് ഓതിയിട്ടാണ് നമുക്ക് പറഞ്ഞു കൊടുക്കണം, മോൻ അത് ഓതിയിട്ടാണ് മോനക്കത് കിട്ടിയതെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇല്ല, നിങ്ങളെല്ലാവരും മക്കളെ കൊണ്ട് ചെയ്ത് നോക്കുക. നിങ്ങളും ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും മക്കൾക്കും അല്ലാഹു ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും നല്ല ബുദ്ധിയാണ്, നല്ല അനുസരണയുള്ള മക്കളാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.